അങ്ങനെ ഞങ്ങൾ പണി നിർത്തുന്ന ദിവസം ഈ സന്തോഷ് പണ്ഡിറ്റും വീട്ടിലിരിക്കും. ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഇല്ലാന്ന് പറഞ്ഞ അങ്ങനെ സൈഡാക്കാൻ ഞാൻ സമ്മതിക്കില്ല. മൂന്നാംകിട ചാനലിനേക്കാൾ സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. മൂന്നാംകിട ചാനലായിട്ട് മലയാളികളുടെ മുന്നിൽ വളർന്നു വന്ന സായി കൃഷ്ണനും ഈ സന്തോഷ് പണ്ഡിറ്റുമായിട്ട് തമ്മിലുള്ള ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കത്തിയൊരു കാര്യമാണ് ഈ പറയുന്ന ഇതിപ്പോൾ ഒരു സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വിശദമായിട്ട് സായി കൃഷ്ണനും ഈ പറയുന്നത് നമ്മുടെ സന്തോഷ് ജിയും വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് പ്രശ്നം, അതാണ് പ്രശ്നം, ഇങ്ങനെയൊക്കെ പ്രശ്നം, അങ്ങനെയൊക്കെയാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം ഈ സായി കൃഷ്ണൻ്റെ ചാനലിന് മൂന്നാംകിട ചാനലെന്ന് സന്തോഷ് പണ്ഡിറ്റ് പറയും. അത് കേട്ട് ഈ പറയുന്ന സായി കൃഷ്ണന് ദേഷ്യം വരികയൊക്കെ ചെയ്യുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പരസ്പരം അങ്ങോട്ടുള്ള ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ വന്നൊരു സംഭവമായിരുന്നു. സായിക്ക് ഒരുപാട് മോശമായിട്ടുള്ള കമൻറ്റുകൾ, സായിയെക്കുറിച്ചൊക്കെ ഒരുപാട് മോശമായിട്ടുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യുന്ന സംഭവമായിരുന്നു. ഓക്കെ, അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നവരൊക്കെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നമ്മൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നമുക്കതറിയാം. ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് സോഷ്യൽ മീഡിയയിലുള്ള ഏത് പ്ലാറ്റ്ഫോം കിട്ടിയിരുന്നാലും, ഷോകളായിക്കോട്ടെ, ഇപ്പം നമ്മൾ സ്റ്റാർ മാജിക് ആയിക്കോട്ടെ, പലതരത്തിലും ഞാൻ കണ്ടിട്ടുള്ള പല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് മാക്സിമം പുള്ളിക്കാരൻ അത് മുതലാക്കാൻ നോക്കും. അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവിടെ സ്റ്റാർ ആവാൻ ആരും നോക്കും, സന്തോഷ് പണ്ഡിറ്റിനെ നോക്കും, മനസ്സിലായോ? പിന്നെ ഈ നമ്മൾ അതിൻ്റെ ചരിത്രങ്ങളെല്ലാം ഒരുപാട് കാര്യങ്ങൾ എടുത്ത് നോക്കി, മിമിക്രിക്കാർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റിനെ കളിയാക്കുന്ന ഇരുത്തി, ശ്രീകണ്ഠൻ നായരുടെ ഷോയിൽ തന്നെ ഇരുത്തി മിമിക്രിക്കാർ ഒരു സൈഡും ഈ പറയുന്ന സന്തോഷ് പണ്ഡിറ്റ് മറു സൈഡും തമ്മിൽ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് ആർക്ക് വന്നു? മിമിക്രിക്കാർക്ക് വന്നു. ഓക്കെ, അവർ കളിയാക്കുന്ന രീതിയിൽ. സ്റ്റാർ മാജിക്കിലോട്ട് പോയി നോക്കി നിങ്ങൾ. സ്റ്റാർ മാജിക്കിൽ പോയ സമയത്ത് അവിടെ സ്റ്റാർ ആയതാരാണ്? സന്തോഷ് പണ്ഡിറ്റ് തന്നെയാണ്. അവിടെ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ മാക്സിമം ആരാണ്? ഈ പറയുന്ന സന്തോഷ് പണ്ഡിറ്റ് മാക്സിമം അത് മുതലാക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അവിടെ എന്ത് ചെയ്യും? മാക്സിമം പുള്ളിക്കാരൻ മുതലാക്കാൻ ശ്രമിക്കും, മനസ്സിലായില്ല? അത് ഓപ്പർച്യൂണിറ്റി കിട്ടാതെ അയാളുടെ മിടുക്കാണ്. കാരണം കിട്ടുമ്പോൾ അല്ലെങ്കിൽ എന്താണ് നിലനിൽക്കുക, അല്ലെങ്കിൽ എന്താണ് ഈ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, അല്ലെങ്കിൽ നിലനിൽക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു പാട് തന്നെയാണ്, ഒരു കഷ്ടപ്പാട് തന്നെയാണ്. ഓക്കെ, അപ്പം ഇൻ്റർവ്യൂസ് ആയിക്കോട്ടെ, ഈ സ്റ്റാർ മാജിക്കിലെ കേസിലായിരുന്നാലും ഈ പറയുന്ന വിനു അടിമാലി, അല്ലെങ്കിൽ കുറേ ആൾക്കാർ എന്താണ് നെഗറ്റീവ് കമൻറ്റും, അല്ലെങ്കിൽ മോശമായിട്ടുള്ള മോശമായിട്ടുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നാൽ എന്തുകൊണ്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സന്തോഷ് പണ്ഡിറ്റിനെ കളിയാക്കുന്ന ഉള്ള തരത്തിലേക്ക് വന്ന സമയത്ത് അതിനെ താഴെ വന്ന ഒരുപാട് മോശമായിട്ടുള്ള കമൻറ്റുകൾ ഈ വിനു അടിമാലിക്കെതിരെയും, അല്ലെങ്കിൽ അവിടെ കൂടുതൽ കളിയാക്കിയ ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കെതിരെയും ഒരുപാട് സംഭവം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കത്തിയൊരു സംഭവമായിരുന്നു. ഓക്കെ, അത് നിങ്ങൾ ഏത് കാര്യം എടുത്ത് നോക്കിയിരുന്നാലും സന്തോഷ് പണ്ഡിറ്റിനെതിരെ സംസാരിക്കുന്ന സ്വാഭാവികമായിട്ട് അവരെ ഏറിൽ പോകാറുണ്ട്. നിങ്ങൾ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങൾ ഈ മിമിക്രിക്കാരായിക്കോട്ടെ, ഇൻ്റർവ്യൂ നടക്കുന്ന ആങ്കറുകൾ അടക്കം നിങ്ങൾ അവരുടെ കമൻറ്റുകൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ്. അപ്പം ഈ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റായിട്ട് ഈ പറയുന്ന നമ്മൾ തമ്മിൽ എന്നുള്ള ഒരു പ്രോഗ്രാം ശ്രീകണ്ഠൻ നായർ കണ്ടക്ട് ചെയ്തൊരു പ്രോഗ്രാം, ഫ്ലവേഴ്സിലുള്ള പ്രോഗ്രാം, അതിൽ ഈ പറയുന്ന സന്തോഷ് പണ്ഡിറ്റും അല്ലെങ്കിൽ ഈ പറയുന്ന സായി കൃഷ്ണനും അതിൽ പങ്കെടുത്തിരുന്നു. സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവം നല്ലതാണ് മോശമാണോ എന്ന തരത്തിലേക്ക്. അപ്പോൾ അതുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് ഇതുപോലത്തുള്ള സംസാര വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം സായി കൃഷ്ണൻ അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു. ഇവരെ പോലത്തെ മൂന്നാംകിട ചാനലിന് മറ്റുള്ളവർ വേണം. ഇവരെ പോലത്തെ ചാനലിന് പണം ഉണ്ടാക്കണമെങ്കിൽ അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരും അവളുടെ അഡൽട്ടും കാണിച്ച് അടിച്ചു മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവന്റെ മോശത്തെ ചെയ്യുന്നത്. സന്തോഷ് പണ്ഡിറ്റിന്റെ പൈസ ഉണ്ടാക്കാൻ ഇതേപോലത്തെ മറ്റവൻ വേണ്ട ചാനലുകാർ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് നിലനിൽക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ വട്ടപൂജ്യമാണ്. ഇവർ മൂന്നാംകിട ചാനൽ മാത്രമാണ്. ഈ ഷോയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടാണെന്നാണ് എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അതായത് ഈ ഷോയിൽ ഈ നമ്മൾ തമ്മിലുള്ള പ്രോഗ്രാമിൽ ഈ പറയുന്ന സന്തോഷ് പണ്ഡിറ്റും ഈ സായി കൃഷ്ണനും അടക്കമുള്ള ഇതിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പങ്കെടുത്തിരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആ ഷോ പങ്കെടുത്ത സമയത്ത് ഇവർ ആരെയൊക്കെയാണ് കൂടുതൽ ഓർത്തിരുന്നത്? സന്തോഷ് പണ്ഡിറ്റിനെ തന്നെ നമ്മൾ ഓർത്തിരിക്കും. അല്ലെങ്കിൽ ഈ സംഭവം നടത്തുന്നത് സന്തോഷ് പണ്ഡിറ്റ്, സായി കൃഷ്ണനെ നമ്മൾ ഓർത്തിരിക്കും. ബാക്കി അങ്ങനെ ആരൊക്കെയാണ് വന്നത് നമുക്ക് ഓർമ്മ പോലും കിട്ടത്തില്ല. കാരണം ആ ഷോയിൽ അതാണ് ഞാൻ പറയുന്നത്. സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്നത് ഒരു ഷോയിൽ വന്നു കഴിഞ്ഞാൽ ആ ഷോ പുള്ളിക്കാരൻ്റെ ഷോ ആക്കി മാറ്റിയിരിക്കും. അത് പുള്ളിക്കാരൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിൽ ചിലപ്പോൾ പല വിവാദങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ മനഃപൂർവ്വം പറയാം. ഇപ്പം സായിയുടെ ചാനൽ മൂന്നാംകിട ചാനലാണെന്നും എല്ലാം പറയാം. അത് പറയുമ്പോൾ സായി കൃഷ്ണൻ അത് ഏറ്റുപിടിക്കുമെന്ന് പുള്ളിക്കാരൻ അറിയാം. പല ആൾക്കാരും ഈ പറയുന്ന സന്തോഷ് പണ്ഡിറ്റിനെതിരെ സംസാരിപ്പിക്കുന്ന തരത്തിലേക്ക് അത് ആ പുള്ളിക്കാരൻ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? അവിടെ പുള്ളിക്കാരൻ ഡോമിനൻ്റ് കിട്ടും, മനസ്സിലായി? അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? സായി കൃഷ്ണൻ്റെ ചാനലിലെ മൂന്നാംകിട ചാനലുകൾ, കാരണം അത് പുള്ളിക്കാരൻ പറയാനുള്ളൊരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളുടെ കണ്ടന്റിനെ എടുത്തു ചെയ്യുന്നു, അവരുടെ അവരെക്കുറിച്ച് കുറ്റം പറയുന്നു, അവരെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, അങ്ങനെ ചെയ്യുന്ന ചാനലിലെ മൂന്നാംകിട ചാനലാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഓക്കെ,
അത് ഈ പറയുന്ന സായി കൃഷ്ണൻ സീക്രട്ട് ഏജന്റ് അത് കേട്ടപ്പോൾ തീർച്ചയായിട്ടും പുള്ളിക്കാരൻ്റെ ചാനൽ മൂന്നാം കിട ചാനൽ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് പുള്ളിക്കാരൻ ദേഷ്യം വരും. അപ്പോൾ പുള്ളിക്കാരൻ സായി കൃഷ്ണൻ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് തിരിച്ചും ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്ന ആൾക്കാണ് സായി കൃഷ്ണൻ ഇല്ലേ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ പറയുന്നത്. ഹിസ്റ്ററി നമ്മൾ കുറച്ച് പുറകോട്ട് ഈ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സന്തോഷ് പണ്ഡിറ്റിനെ എതിർത്ത പല ആൾക്കാരും എയറിലായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂസ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, ഈ പറയുന്ന പല ആൾക്കാരും, കാരണം പുള്ളിക്കതിനെതിരെ സംസാരിച്ചിട്ടുള്ള പല ആൾക്കാരും എയറിലായിട്ടുള്ള ചരിത്രം. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില ആൾക്കാരെ നമ്മൾ ഉപയോഗിക്കും നമ്മൾ പോലും അറിയാതെ, മനസ്സിലായി. അതിലിപ്പോൾ ചെന്ന് വീഴ്ന്നു കൊടുക്കാതിരിക്കുക എന്നാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ഒരു ഗുണവും ദോഷവും ഈ ഷോയിൽ തന്നെ നമ്മൾ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്. ഈ സോഷ്യൽ മീഡിയ കൊണ്ട് ഗുണം ഉണ്ടായ ഈ പരിപാടി ഗുണം ഉണ്ടായവർക്കാണ് സന്തോഷ് പണ്ഡിറ്റാണ്. സായി കൃഷ്ണൻ ഒരുപാട് മോശമായിട്ടുള്ളൊരു കമൻ്റ് ആയിക്കോട്ടെ, ട്രോളുകളായിക്കോട്ടെ ഒക്കെ നേരിടേണ്ടി വന്നു. അപ്പം ഈ ഷോയിൽ തന്നെ ഈ സോഷ്യൽ മീഡിയ കൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട്, ദോഷവും ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരാളുടെ കണ്ടൻറ് എടുത്ത് ചെയ്യുന്നതിന് ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല, മനസ്സിലായി. കാരണം ഒരാളുടെ കണ്ടൻറ് എടുത്ത് ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന ആൾക്ക് ഉപകാരം ഉണ്ടാവണം, അല്ലെങ്കിൽ ആരെ കണ്ടൻറ്റാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഉപകാരം ഉണ്ടാവണം, മനസ്സിലായില്ലേ. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതിനോട് നമുക്ക് ഒരു തെറ്റ് പറയാൻ പറ്റത്തില്ല. പിന്നെ ആരെയും വിമർശിക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചില ആൾക്കാരെ വിമർശിക്കാം, പക്ഷേ അതൊരു വ്യക്തിപരമായിട്ട് വ്യക്തിഹത്യ രീതിയിലൊക്കെ ആവാതിരുന്നാൽ നല്ലൊരു കാര്യം തന്നെയാണ്, മനസ്സിലായില്ലേ. അല്ലാതെ ഒരു ഒരാളെ തകർക്കുന്ന രീതിയിലോ മാക്സിമം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് പറയുന്നത്. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു കറണ്ട് പോലെയാണ്. ചിലപ്പോൾ നമുക്കത് ഉപകാരമായിരിക്കും, ചില സമയത്ത് നമ്മൾ തൊട്ടാ ഷോക്ക് അടിക്കും, മനസ്സിലായോ. അപ്പം നമ്മൾ സാധാരണ എല്ലാവരും പറയാറുണ്ട്, ഈ പുറമേ കാണിക്കുന്ന അല്ല ഒരാളുടെ യഥാർത്ഥ ക്യാരക്ടർ എന്ന്. ഒരു 4 ചുവരുകൾക്കുള്ളിൽ അവൻ എന്താണ്, അവൻ പെരുമാറുന്നത്, അതാണ് അവൻ്റെ യഥാർത്ഥ ക്യാരക്ടർ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ 4 ചുവരുകൾക്കുള്ളിലിരുന്ന് അവൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ അവനിടുന്ന കമൻ്റ് ആയിക്കോട്ടെ, അവൻ മറ്റൊരാളോട് പെരുമാറുന്ന രീതി ആയിക്കോട്ടെ, അതാണ് അവൻ്റെ യഥാർത്ഥ ക്യാരക്ടർ എന്ന് നമുക്ക് അവൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കി നമുക്ക് അറിയാൻ പറ്റും ഒരാളുടെ ക്യാരക്ടർ എന്താണ്. ഓക്കെ, ആണ് എൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്.